ഇതെവിടെയാണെന്ന് അറിയാം, നമ്മുടെ വീടിന്റെ മുറ്റാണ് കേട്ടോ. മുറ്റപ്പ് ഒരു പുഴ പോലെ ആയിട്ടുണ്ട്, വെള്ളം ഒന്ന് കുറഞ്ഞതാണേ. ഞാൻ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് അടുത്തുള്ള മക്കൾ വന്നിട്ട് പറയണേ, ചേച്ചി ഫോണും കൊണ്ട് വരി, കുറേ മീൻ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ വിളിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ലോട്ടിലോടക്ക് മീനാവുന്നു. എന്നാലും വേണ്ടിയില്ല, ഞാൻ ഫോണൊക്കെ എടുത്ത് പോയി കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. എന്താണെന്നറിയോ, നിറയെ ബ്രാലിന്റെ കുട്ടികൾ. ഞാൻ ആദ്യം തന്നെ കണ്ടത് ഈ കുപ്പിയിലുള്ളതാണ് കേട്ടോ. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു എത്രയാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയാം ഇതൊന്നല്ലേനെ, ഇതിന്റെ അമ്മയും മക്കളും എല്ലാവരും ഉണ്ടേനെ, ഒക്കെ കൂടെ ആ പാടത്തേക്ക് പോയി ഉണ്ടെന്ന്. ഇത് ബാക്കി കൂട്ടം തെറ്റി പോയതാണ് നമ്മളെ റോട്ടിലും മുറ്റത്തും ഒക്കെ നിൽക്കുന്നത്. ഞാൻ ഓരെൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ വീടിന്റെ മുറ്റത്തേക്കൊക്കെ കുറേ പോയിണ്ടെന്ന്. അങ്ങനെ ഞാൻ വെറുതെ മുറ്റത്ത് പോയി നോക്കിയിട്ടോ. അപ്പൊ മുറ്റത്തും ഉണ്ട് നിറയെ കൂട്ടത്തോടെ നടക്കണേ. നമ്മളെ മുറ്റത്തുനിന്നും വെള്ളം കുറവുള്ള റോഡിന്റെ സൈഡിൽ നിന്നൊക്കെ അവർ പിടിച്ചിട്ട് പാടത്തേക്ക് ഇടുകയാണ് കേട്ടോ. അതാണ് ഈ കുപ്പിയിലൊക്കെ ആക്കി വെച്ചത്. എനിക്ക് സങ്കടം കൊണ്ട് ഞാനൊരു കാര്യം പറയാണ്, ഈ ബ്രാലിന്റെ മക്കളൊക്കെ പൊട്ടന്മാരാ തോന്നുന്നുണ്ട്. വെള്ളം ഇഷ്ടം പോലുള്ള പാടത്തുനിന്ന് കയറി പോരുകയാണ് വെള്ളം ഇല്ലാത്ത റോട്ടുമില്ല. ഞങ്ങൾ കുറെ എണ്ണത്തിനൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയണമാര് രക്ഷിച്ച്, പിന്നെ രക്ഷിക്കാൻ പോകുമ്പോഴത്തേനാണെങ്കിൽ വെള്ളം ഇല്ലാത്തടത്തേക്ക് ചാടി കയറി കുറെ എണ്ണം ചത്തും പോയി. എനിക്കറിയില്ല ഈ ബ്രാലും കുട്ടികളൊക്കെ ഇതിപ്പോ എവിടുന്നാ വന്നതെന്ന് അത്രയും തോന്നട്ടോ. എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് കണ്ടിട്ട് തന്നെ അത്ഭുതം എനിക്ക് ഇപ്പോഴും മാറണില്ല. പിന്നെ കണ്ടോ, ഇതൊക്കെ നമ്മളെ റോഡിന്റെ സൈഡിൽ നിന്നും നമ്മളെ മുറ്റത്തുനിന്നും പിടിച്ചതാണ്. എന്നിട്ട് അവരതിനെ കൊണ്ടിട്ട് പാടത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാടത്തിട്ടിട്ടും കാര്യമില്ല കേട്ടോ, ഇതിലൊക്കെ കയറിയിട്ട് ഇങ്ങോട്ട് തന്നെ ചിലപ്പം പോരും. പിന്നെ ആണെങ്കിലും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് കൂട്ടം തെറ്റിപ്പോയതാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇവരെൻ്റെ അടുത്ത് പറയാം അത്രയും ബ്രാലിന്റെ മക്കൾക്ക് ഈ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ സത്യമാണോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ പിന്നെ അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ പറയണം. ഇന്നും ഇവിടെ ഹരിനന്ദന്മാരുണ്ടാവലുണ്ട്. ഇന്നവർക്ക് എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഓരോ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ ഓരോ വീട്ടിലേക്ക് പോയതാണ്. ഒറ്റ പ്രാവശ്യം കോരി എടുക്കുമ്പോൾ തന്നെ 10-50 കുട്ടികൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മുടെ മുറ്റത്തു നിന്നാണ്. മുറ്റത്ത് പിന്നെ ബ്രാലിന്റെ കുട്ടികൾ മാത്രമല്ല തവളപ്പൊട്ടനും ഉണ്ട് കേട്ടോ. അതിപ്പോൾ എവിടുന്ന് കയറി വന്നതാന്ന് ആർക്കറിയാം. നിറച്ചും തവളപ്പൊട്ടന്മാരും ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ തവളപ്പൊട്ടന്മാരെ കണ്ടപ്പോൾ ഞാൻ സീതാട്ടന് കാട്ടി കൊടുത്തത്, ആ സീതാട്ടൻ നമ്മളെ മുറ്റത്ത് നിറച്ച് മീൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ സീതാട്ടൻ പറയാം അത് മീനല്ല തവളപ്പൊട്ടനാണെന്ന്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു മാർഗ്ഗം പറഞ്ഞു. തവളപ്പൊട്ടൻ്റെ ശരീരഭാഗം മീനിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല വണ്ണമൊക്കെ കൂടുതലാവുന്നു. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഇപ്പോൾ തവളപ്പൊട്ടനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ റോട്ടുമിലേക്ക് കയറി മക്കളെയൊക്കെ പിടിച്ചിട്ട് എന്തിനാ പിന്നെയും പാടത്തേക്ക് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് ഈ പാടത്താണ്. ഞങ്ങൾ കണ്ടതാണ് ഈ പാടത്ത് വലിയ ബ്രാലിനെ. അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ തമ്മിൽ കണ്ടുമുട്ടിക്കുകയാണെങ്കിലും അവർക്ക് പിന്നെ രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ നടക്കുമെന്ന് ദൈവത്തിന് അറിയാം. ചെറിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള പാടത്തൊക്കെ ഇതുപോലത്തെ മീനിനെ കാണുമ്പോൾ എനിക്കറിയില്ല കേട്ടോ അത് ബ്രാലിന്റെ കുട്ടിയാണെന്ന്. ഇങ്ങനെ ചുവപ്പ് കളറുള്ള മീനിനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാം. അക്കോരത്തിലെ മീനിനൊക്കെ പോലെ തന്നെ അല്ലേ. ഞാൻ കുറെ എണ്ണത്തിനെ പിടിച്ചിട്ട് ചേമ്പിന്റെ ഇലയിലൊക്കെ ഇട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബ്രാലിന്റെ കുട്ടിയാണെന്ന് അതെന്നാണ് മനസ്സിലായത്. ഞങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ കുറെ എണ്ണത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കുറെ എണ്ണം നമ്മൾ പിടിക്കാൻ പോകുമ്പോഴത്തേനും മണ്ണിന്റെ ഉള്ളിലേക്ക് പൂണ്ടു പോകും. അതുപോലെ പുല്ലിന്റെ ഇടയിലൊക്കെ പോയിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. ഇനി രക്ഷപ്പെടുന്നതൊക്കെ രക്ഷപ്പെടട്ടെ, അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ. എന്തായാലും ഇന്നിപ്പോ മഴ കുറവായതിനെ കൊണ്ടാണ് ഇങ്ങനെ മീൻ നമ്മളെ മുറ്റത്തൊക്കെ വന്ന കാര്യം തന്നെ അറിഞ്ഞത്. കാരണം മഴ പെയ്തിക്കുകയാണെങ്കിൽ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങലില്ല കേട്ടോ. ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. കാരണം നമ്മുടെ മുറ്റത്ത് അത്രയും വെള്ളമല്ലേ, കണ്ണ് തെറ്റി അപ്പം പീലിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കും. അപ്പം ഞാൻ അഥവാ ഇറങ്ങിക്കുകയാണെങ്കിൽ അപ്പം എൻ്റെ കൂടെ പീലിക്കുട്ടി ഇറങ്ങൂലേ, അവളെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാതിൽ അടച്ചിടണത്. അപ്പം ഇനി ബ്രാലും കുട്ടിയിൽ അച്ഛനെയും അമ്മേനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.